ആവണം. അല്ലാത്ത സമയത്തുള്ളൊന്നും പിന്നെ ഞാനിങ്ങനെ കിടത്തി എന്നാലും ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും ഞാൻ ഒപ്പിക്കും. പിന്നെ എനിക്കെപ്പഴും എന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ തന്നെ കാണുന്നതും, എന്റെ ഏട്ടനായാലും എല്ലാരും പറയുന്നതും, ഒരു കാര്യത്തിലും ഞാൻ അറിയത്തില്ലെന്ന് പറയത്തില്ല. ഒരു കാര്യം. എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിലും ഞാൻ അറിയത്തില്ലെന്ന് പറയത്തില്ല. നമ്മള് ജനിക്കുമ്പോഴേ എല്ലാവരും പഠിച്ചോണ്ടാന്നോ വരുന്നേ എല്ലാ കാര്യങ്ങളും? അല്ലല്ലോ. ആരും പഠിച്ചോണ്ടല്ലല്ലോ വരുന്നേ. നമ്മള് ചെയ്തല്ലേ പഠിക്കുന്നേ. എന്ത് കാര്യമാണെങ്കിലും ഒരു കറി ഉണ്ടാക്കാനാണെങ്കിലും എന്ത് കാര്യവും ചെയ്തല്ലേ പഠിക്കുന്നേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അത് എന്റെ ഏട്ടനും അങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യം അറിയാൻ വയ്യാത്തയാണെങ്കിൽ പോലും അറിയത്തില്ലെന്ന് പറയത്തില്ല. ശ്രമിക്കും. ശ്രമിച്ച് അതിനകത്ത് നമ്മള് എക്സ്പെർട്ട് ആവും. അല്ലേ? അപ്പൊ അങ്ങനെ വേണം. എനിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ എനിക്ക് ആ ഒരു കാര്യം ഉള്ളത് എനിക്ക് തന്നെ എനിക്കത് ഇഷ്ടവുമാണ് കേട്ടോ. പക്ഷെ ഏട്ടനും അതങ്ങനെയാണ്. ചില മടിച്ചികളുണ്ട് കേട്ടോ. അറിയത്തില്ലെന്ന് പറഞ്ഞങ്ങ് ഉഴപ്പിയിരിക്കും. മടിച്ചികളും മടിയന്മാരും കാണുമായിരിക്കും. പക്ഷെ കൂടുതലും പെണ്ണുങ്ങളാണ് കേട്ടോ. എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാ പിന്നെ അത് ചെയ്യണ്ടല്ലേ. സുഖിച്ചിരിക്കാലോ അല്ലേ? അങ്ങനെയാണ് കൂടുതൽ ഞാൻ പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലതല്ല. ഹരിതക്കുട്ടിയെ ഒരുപാട് സ്നേഹം സന്തോഷമുള്ള മക്കളെ. ഒരുപാട് ഇഷ്ടം. എല്ലാരും അങ്ങനെ വേണം കേട്ടോ. നമുക്ക് ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത്. നമ്മളെല്ലാരും അങ്ങനെ വേണം. എല്ലാ കാര്യങ്ങളും നമ്മള് ഒരു കാര്യത്തിലും നമ്മള് അങ്ങനെയൊക്കെ ഒന്ന് മുമ്പോട്ട് പോയി നോക്കൂ. എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മടി പിടിച്ചിരിക്കാതെ ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കണം എപ്പഴും. നമ്മളെപ്പഴും ആക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പഴും എൻഗേജ്ഡ് ആയിട്ടിരുന്നാലുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ടെൻഷൻ വരത്തില്ല. ടെൻഷൻ അടിക്കാനുള്ള സമയമില്ല. ചിന്തിക്കാനുള്ള സമയം കൊടുക്കത്തില്ല. എപ്പഴും ഓരോ കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം.